ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 25 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 26-ാമത്തെ ശ്ലോകം നോക്കാം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. പത്രം ഇല, പുഷ്പം പൂവ്, ഫലം കായ്കനികൾ, തോയം ജലം, യഹ യാതൊരാൾ, മേ എനിക്കായിട്ട്, ഭക്ത്യാ ഭക്തിപൂർവം, പ്രയച്ഛതി അർപ്പിക്കുന്നുവോ, പ്രയതാത്മനഃ ശുദ്ധചിത്തനായ, തസ്യ അവൻ്റെ, ഭക്തി ഉപഹൃതം ഭക്തിയോടെ അർപ്പിക്കുന്ന, തത് അതിനെ, അഹം ഞാൻ, അശ്നാമി സ്വീകരിക്കുന്നു. ഇലയോ പുഷ്പമോ കായ്കനികളോ ജലമോ യാതൊരാൾ എനിക്കായിട്ട് ഭക്തിപൂർവം അർപ്പിക്കുന്നുവോ, ശുദ്ധചിത്തനായ അവൻ്റെ ഭക്തിയോടെ അർപ്പിക്കുന്ന ആ വസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു. ഭക്തൻ ഭക്തിയോടെ അർപ്പിക്കുന്നത് എന്തും അതെത്ര നിസ്സാരമായാൽ പോലും ഭഗവാൻ കൈക്കൊള്ളുന്നു. അർപ്പിക്കുന്ന വസ്തുവിൻ്റെ വിലയല്ല, അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് പ്രധാനം. ഏത് കർമ്മത്തിനും അത് ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവമനുസരിച്ചാണ് ഫലം. ദേവന്മാർക്കും മറ്റും നൽകുന്ന യജ്ഞങ്ങൾ വേദവിധി പ്രകാരം വേണം അനുഷ്ഠിക്കുവാൻ. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞങ്ങളുണ്ട് ഓരോരോ ദേവതകളെ പ്രീതിപ്പെടുത്തുവാൻ. ആ യജ്ഞങ്ങളെല്ലാം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിധിപ്രകാരം വേണം അനുഷ്ഠിക്കുവാൻ. എങ്കിലേ ആ ദേവതകളിൽ നിന്നുള്ള പ്രീതി ലഭിക്കുകയുള്ളൂ. അതിന് വളരെ ചിലവും ക്ലേശവുമുണ്ട്. ഓരോ യജ്ഞങ്ങൾ നടത്തണമെങ്കിൽ അതിന് ചിലവുണ്ട്, ക്ലേശവുമുണ്ട്. അനുഷ്ഠാനത്തിൽ പിശക് സംഭവിച്ചാൽ വിപരീത ഫലവും ഒരുപക്ഷേ ലഭിച്ചേക്കാം. അതാണ് ഈ ദേവതായജ്ഞങ്ങൾക്കുള്ള ഒരു കുഴപ്പം. എന്നാൽ ഭഗവത് ഭജനം ആ യത്ന ലളിതമാണ്. ആർക്കും എപ്പോഴും അത് ചെയ്യാം. ഒരു പാണ്ഡിത്യവും ആവശ്യമില്ല. പണ്ഡിത പാമര ധനിക ദരിദ്ര വ്യത്യാസങ്ങളൊന്നും അതിനില്ല. മനഃശുദ്ധിയും ആത്മാർത്ഥമായ ഭക്തിയും വിശ്വാസവും മാത്രം മതി. ഒരറിവും വേണമെന്നില്ല. വിഭക്തിയും വ്യാകരണവും തെറ്റിയാലും ദുഷ്ഫലങ്ങളൊന്നും ഉളവാവുകയുമില്ല ഈ ഭക്തിഭാവത്തിൽ. അതല്ലേ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞത്. വിഭക്തി എന്നാൽ ജ്ഞാനം എന്നർത്ഥം. മേൽപ്പത്തൂരിൻ്റെ ജ്ഞാനത്തേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണിഷ്ടം എന്നാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞത്. അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിലെ അമരപ്രഭു എന്നുള്ള വാക്ക് മരപ്രഭു എന്ന് തെറ്റിപ്പറഞ്ഞപ്പോൾ കളിയാക്കിയ ഭട്ടതിരിയോട് താൻ അമരപ്രഭു മാത്രമല്ല മരപ്രഭുവുമാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഭക്തൻ്റെ ശുദ്ധമായ മനസ്സ് മാത്രമാണ് ഭഗവാന് വേണ്ടത്. ചിലർ സ്വർണ്ണാഭരണങ്ങളും തങ്കക്കട്ടികളുമെല്ലാം ഭഗവാന് സമർപ്പിക്കും. ചിലർ ചില്ലറ നാണയങ്ങളായിരിക്കും. ഭഗവാൻ എല്ലാം ഒരുപോലെയാണ്. അതിൻ്റെ പിന്നിലെ മനോഭാവമാണ് പ്രധാനം. തൻ്റെ കഴിവിനൊത്തത് താൻ നൽകിയെന്ന് നമ്മുടെ മനസ്സിനാണ് ബോധ്യമുണ്ടാകേണ്ടത്. തനിക്ക് ലഭിക്കുന്നതിൽ ഒരു പങ്ക് ഭഗവാന് സമർപ്പിക്കണമെന്ന് നാം മുൻ ശ്ലോകങ്ങളിൽ കണ്ടതാണ്. അത് ഭഗവാന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഈ കാണുന്ന സകലതും ഭഗവാൻ്റെയാണ്. അദ്ദേഹത്തിന് നാം എന്താണ് കൊടുക്കുക? ഭക്തിപൂർവമുള്ള മനസ്സാണ് ഭഗവാൻ ആവശ്യം. ആ മനസ്സിനെ നമുക്ക് എടുത്തങ്ങോട്ട് കൊടുക്കാൻ സാധിക്കില്ല.
അതുകൊണ്ട് ഈ മനസ്സിനെ സമർപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഈ ഭൗതികമായ സമർപ്പണങ്ങൾ. അതിലൂടെ നമ്മുടെ മനസ്സ് അവിടെ സമർപ്പിക്കപ്പെടുന്നു. ബ്രാഹ്മണർ സ്നാനസമയത്ത് കൈക്കുമ്പിളിൽ ജലമെടുത്ത് അതേ ജലത്തിലേക്ക് സമർപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതിലൂടെ ഭക്തൻ്റെ മനസ്സാണ് സമർപ്പിക്കുന്നത്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നതിന് ആധ്യാത്മികമായ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഭൗതികമായതൊന്നും ഭഗവാന് വേണ്ട. അപ്പോൾ പത്രം എന്നാൽ ശുദ്ധമായ നമ്മുടെ മനസ്സാണ്. പുഷ്പം എന്നാൽ നമ്മുടെ ഹൃദയ പുഷ്പമാണ്. ഫലമെന്നാൽ ഏതെങ്കിലും പഴങ്ങളല്ല, പിന്നെയോ നമ്മുടെ സൽക്കർമ്മ ഫലങ്ങളാണ്. തോയമെന്നാൽ ഭഗവത് ഭക്തിയാൽ ഉതിരുന്ന ആനന്ദ കണ്ണീരാണ്. ഇത്തരത്തിലുള്ള പത്രവും പുഷ്പവും ഫലവും തോയവും ഒക്കെയാണ് ഭഗവാന് അർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എത്ര നിസ്സാരമായ വസ്തുവായാലും ഭഗവാന് ഭക്തിപൂർവം അർപ്പിച്ചാൽ ഭഗവാൻ അത് സ്വീകരിക്കും. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.